ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക് ലിറ്റ്യൂസ് ഓൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ സത്യം പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നില്ല നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് അവിടെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആണ്. കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 613/2025 ആണ്. 43,400 തൊട്ട് 91,200 വരെയാണ് സ്കെയിൽ ഓഫ് പേ. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നുള്ള രീതിയിലാണ് അവരുടെ വേക്കൻസീസ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദി സബ്ജക്ട്സ്, അല്ലെങ്കിൽ ബിടെക്. ഏത് ബിടെക് ആയാലും കുഴപ്പമില്ല. അതായത് ബിടെക് ഇലക്ട്രിക്കൽ ആവാം, ഇലക്ട്രോണിക്സ് ആവാം, സിവിൽ ആവാം, മെക്ക് ആവാം. അല്ല, നിങ്ങൾക്ക് ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ പ്ലസ് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് അവിടെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ എക്സ്പീരിയൻസിന്റെ ഫോർമാറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി മാസം 4-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തുളസി വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫെബ്രുവരി മാസം 4-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ. പിന്നെയുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാറ്റഗറി നമ്പർ 634/2025 ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇലക്ട്രീഷ്യൻ ആണ്. 25,100 തൊട്ട് 57,900 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. അത് ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആണ്. കോഴിക്കോട് ജില്ലയിലേക്ക് ഒന്നും, കണ്ണൂർ ജില്ലയിലേക്ക് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നുള്ള രീതിയിലാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പാസിംഗ് സ്റ്റാൻഡേർഡ് 7 ന്യൂ 7-ാം ക്ലാസ്സും, പിന്നെ അതേപോലെ NTC ഇൻ ദ ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ, പൊസഷൻ ഓഫ് വയർമാൻ ലൈസൻസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിലിപ്പം നിങ്ങൾക്ക് അവിടെ ഇക്വലൻസി അവിടെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും NTC ഇലക്ട്രീഷ്യൻ ഇക്വലന്റ് ആണ് ITI, ഡിപ്ലോമ, ബിടെക് എല്ലാം. അത് ITI അല്ലെ, സോറി, NTC ഇലക്ട്രീഷ്യൻ ആണ് ഇക്വലന്റ്. പക്ഷെ ഇവിടെ മൂന്നാമത്തെ പോയിന്റ് എന്താ, വയർമാൻ ലൈസൻസ് ഉണ്ട്. അപ്പൊ ഇത് കമ്പൾസറി ആണ്. അല്ലാതെ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ലൈൻമാനും ഇലക്ട്രീഷ്യനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഡിപ്ലോമ, ബിടെക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ ഒന്നും ആ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. വയർമാൻ ലൈസൻസ് എന്നുള്ള എന്താ, അത് കമ്പൾസറി ആണ്. ഓക്കെ, അപ്പൊ വയർമാൻ ലൈസൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഇതും നിങ്ങൾക്ക് എന്താ ഫെബ്രുവരി മാസം 4-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഇന്ന് നാളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അപ്ലൈ തുളസി വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഈ രണ്ട് നോട്ടിഫിക്കേഷൻ ഉള്ളത്. ബാക്കിയുള്ള കുറച്ചും കൂടെ നോട്ടിഫിക്കേഷൻ അടുത്ത ദിവസം നാളെ തന്നെ വരുന്നുണ്ടാവും. അപ്പൊ കൂടുതൽ വീഡിയോസ് ആയി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.